കശ്മീരിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു കാലത്ത് മഞ്ഞും തണുപ്പുമൊക്കെയായി സുഖമുള്ള ഓർമ്മകളാണ് വരിക. കാലം പിന്നിട്ടപ്പോൾ യുദ്ധത്തിൻ്റെയും നോവിൻ്റെയും നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജനതയ്ക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കണം. അതിന് പല വഴികൾ അവർ തേടുന്നുണ്ട്. കശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മഞ്ഞുരുകി വസന്തമെത്തുന്ന അനന്തനാഗിലെ വൻഡ്രാഗ്, ഗന്ധർബൻ ജില്ലയിലെ ബാഡ്വിന എന്നീ ഗ്രാമങ്ങളിൽ ഇപ്പോൾ വിളയുന്നത് ആപ്പിളല്ല, മധുരമൂറുന്ന തണ്ണിമത്തനുകളാണ്. കശ്മീരിലെ പാരമ്പര്യ കാർഷിക രീതികളെ പാടെ മാറ്റി എഴുതിക്കൊണ്ടാണ് വലിയൊരു കാർഷിക മുന്നേറ്റത്തിന് ഇവിടം സാക്ഷ്യം വഹിക്കുന്നത്. പരമ്പരാഗത വിളകളിൽ നിന്ന് മാറി വൻതോതിൽ തണ്ണിമത്തൻ കൃഷിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടത്തുകാർ. തരിശായി കിടന്ന ഭൂമിയിൽ നിന്നും തണ്ണിമത്തന്റെ 100 മേനി വിളവെടുപ്പിലൂടെ ലക്ഷങ്ങളുടെ വരുമാനം കർഷകരും ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളും സ്വന്തമാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം പദ്ധതിയാണ് ഈ വലിയ മാറ്റത്തിന് പ്രധാന കാരണം. കൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ച യുവാക്കൾക്ക് ആവശ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള വിത്തുകൾ, ആധുനിക ജലസേചന സംവിധാനങ്ങൾ, സാങ്കേതിക സഹായങ്ങൾ, സബ്സിഡികൾ എന്നിവ പദ്ധതി വഴി കൃഷിവകുപ്പ് ലഭ്യമാക്കി. തൊഴിലില്ലായ്മ നേരിടുന്ന വിദ്യാസമ്പന്നരായ ഒട്ടേറെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മാന്യമായ വരുമാനം കണ്ടെത്താൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. കുറച്ച് കർഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ തണ്ണിമത്തൻ കൃഷിയെ ഗ്രാമത്തിലെ പല മുതിർന്ന കർഷകരും ആദ്യം സംശയത്തോടെയാണ് നോക്കിയത്. എന്നാൽ കൃഷി ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാടശേഖരങ്ങളിൽ തണ്ണിമത്തനുകൾ സമൃദ്ധമായി വിളഞ്ഞു. തണുപ്പേറിയ കശ്മീരി കാലാവസ്ഥ തണ്ണിമത്തൻ കൃഷിക്ക് അനുയോജ്യമല്ല എന്ന മുൻധാരണകളെ കർഷകർ മാറ്റിയെഴുതുകയായിരുന്നു. വിളവെടുപ്പ് കാലത്ത് കർഷകർക്ക് പ്രതിദിനം 7,000 മുതൽ 8,000 രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. 15 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായി ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും ചെറിയ തോതിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വരുമാനം നേടാമെന്നതും ഈ കൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട്. നിലമൊരുക്കൽ, വള്ളി പരിപാലനം, വിളവെടുപ്പ് തുടങ്ങി കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ വലിയ തോതിൽ തൊഴിലാളികളെ ആവശ്യമായി വരുന്നുണ്ട്. ഇത് വൻഡ്രാഗിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയൊരു വരുമാന മാർഗമായി മാറി. ഇന്ന് ഈ ഗ്രാമത്തിൽ ആരും തന്നെ തൊഴിലില്ലാതെ ഇരിക്കുന്നില്ല എന്നാണ് പ്രാദേശിക കർഷകർ പറയുന്നത്. മുൻകാലങ്ങളിൽ വേനൽക്കാലത്ത് കശ്മീരിലേക്ക് തണ്ണിമത്തൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. എന്നാൽ പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിച്ചതോടെ വിപണിയിൽ പുതിയ മാറ്റങ്ങളും പ്രകടമാണ്. തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുക്കുന്ന ജൈവ രീതിയിൽ കൃഷി ചെയ്ത തണ്ണിമത്തൻ വിപണിയിലെത്തുന്നതിനാൽ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഇതിനോട് പ്രിയം ഏറെയാണ്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ കർഷകർ തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് ബൾക്ക് ഓർഡറുകൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക ഹോട്ട്ലൈൻ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വിള വൈവിധ്യവൽക്കരണത്തിലൂടെ കാർഷിക മേഖലയെ എങ്ങനെ ലാഭകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റാമെന്നതിന് ജമ്മു കാശ്മീരിലെ ഏറ്റവും മികച്ച മാതൃകയായി മാറിയിരിക്കുകയാണ് വൻഡ്രാഗ്, ബാഡ്വിന തുടങ്ങിയ ഗ്രാമങ്ങൾ. പാരമ്പര്യത്തിന്റെ വഴിയിൽ മാത്രം നടക്കാതെ പുതിയ സാധ്യതകളെ ധീരമായി സ്വീകരിച്ച കർഷകർ ഇന്ന് കശ്മീരിനാകെ ഒരു മാതൃകയാണ്.